ഹലോ. അനുഷ്ക കുട്ടി, എന്തോ പുറത്ത് മഴയുണ്ടോ? പുറത്ത് നല്ല മഴ. അകത്ത് നല്ല മഴ പെയ്ക്കോ? ആ, പെയ്ക്കും. ആ, ഉറപ്പാ? ആ. ഒരു കാര്യം അറിയാവോ, MJ അങ്കിൾ നേരത്തെ മാർക്കൊക്കെ ഗസ് ചെയ്ത് ഗസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പാടിയില്ല. പാടി കഴിഞ്ഞിട്ട് ഇത്ര കിട്ടും ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ ആണ്. ഓ, അത് തെറ്റായി കഴിഞ്ഞാൽ മേലിൽ ഈ പരിപാടി ചെയ്യരുത്. പക്ഷെ മ്യൂസിക്കലി പിന്നെ സ്നേഹത്തിൽ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ പ്രഡിക്ഷനെ തെറ്റിക്കണം. തെറ്റിക്കണം. ആ, ഓക്കേ. ഓക്കെ ഓക്കെ അത് വേണേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. തോറ്റാലാണ് എനിക്ക് സന്തോഷം. എന്നാ തോപ്പിക്കണം. എല്ലാം കുറച്ച് തോപ്പിക്കരുത് കേട്ടോ. മാർക്ക് കൂടുതൽ മേടിച്ച് തോപ്പിക്കണം അത്. ഓക്കേ, അയ്യോ, നല്ല സൂപ്പർ കോസ്റ്റ്യൂം, താങ്ക് യു. ഭയങ്കര രസമുണ്ട്. നല്ല കോമ്പിനേഷൻ. ക്ലിപ്പും കണ്ടോ, അതാ ഏറ്റവും അതായത് ഇതിലുള്ള എല്ലാ കളർ ക്ലിപ്പും ഉണ്ട് അവളുടെ തലയില്. ശോ, ഞാൻ സമ്മതിച്ചു കേട്ടോ, അടിപൊളിയാണ് കോസ്റ്റ്യൂം. നമ്മൾ തന്നെയല്ലേ അതെ. കോസ്റ്റ്യൂമർ അല്ലേ അവരല്ലേ? യെസ്. അപ്പൊ ഏതാണ് പാട്ട്? മഞ്ഞുമഴക്കാട്ടിൽ. ശ്രേയ ഘോഷൽ പാടിയത്. ഔസേപ്പച്ചൻ സാറിന്റെ വെരി നൈസ് സോങ്. യെസ്. കൈതപ്രം സാർ എഴുതിയിരിക്കുന്നു. സിനിമ ഏതാണ്? ആഗതൻ. ഏത് വർഷം? 2010. ഓക്കെ, പറ്റിയ പാട്ടാണ്. ഇത് പിച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഒറിജിനൽ സ്കെയിൽ തന്നെ. ആ. അതെന്തുകൊണ്ട് ഇൻക്രീസ് ചെയ്ത്? ഇൻക്രീസ് ചെയ്യേണ്ടി വന്നില്ല, കാരണം ഫുൾ ഹൈ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 0.5 കൂടെ അതിനകത്ത് കൂട്ടാൻ തോന്നുന്നു. പറ്റില്ല. ഇനിയില്ല. ഓക്കെ, റെഡി. ഓക്കെ.
താങ്ക് യു സർ. അപ്പൊ എല്ലാവരുടെയും മാർക്ക് പോരട്ടെ. ഇൻട്രസ്റ്റിംഗ് ടു നോ അല്ലെ അതെ അതെ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് അറിയാൻ വേണ്ടിട്ട്. ഓരോരുത്തരുടെയും മാർക്ക് അറിയാൻ. ഒറ്റ മിനിറ്റ്, ഞാൻ ഇറങ്ങി വരാവേ. എല്ലാരും പേരെഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? റോൾ നമ്പർ ഒക്കെ കൃത്യമായിട്ട് ഇട്ടിട്ടില്ലേ? ഗുഡ് ബോയ്സ്. കോപ്പി അടിച്ചിട്ടില്ലല്ലോ. ടോപ്പ് ബോയ്സ്. കൊണ്ടുവാ കാണട്ടെ. എനിക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആവറേജ് ഞാൻ എടുക്കൂല, കാരണം ഞാനിവിടെ പ്രേക്ഷണം നടത്തിയോണ്ട് Okay, ഞാൻ okay. അതിനകത്ത് എന്തെങ്കിലും ടിക്ക് ചെയ്യുന്നു എല്ലാ ശരി, ആൾക്കാർ ശരി, വിചാരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കും തെളിവിന് വേണ്ടി. ക്യാപ്റ്റൻ ക്യാപ്റ്റൻ. യെസ്. അപ്പോ ആദ്യം മീനൂട്ട ഏത് പറയണം? പ്രെഡിക്റ്റ് ചെയ്ത മാർക്ക് പറയണോ? പ്രഡിക്റ്റ് ചെയ്തത് ആദ്യം കേൾക്കാം. പ്രെഡിക്റ്റ് MJ ചെയ്തത് ആണ് ആദ്യം predict കേൾക്കാം. ചെയ്തത്. അപ്പോ നമ്മുടെ MJ സർ പ്രെഡിക്റ്റ് ചെയ്ത മാർക്ക് ആ. തോറ്റു. MJ ആണ് predict ചെയ്ത മാർക്ക്. എവിടെ തൊപ്പി? പറ. തൊപ്പി എവിടെ? ഇപ്പൊ ഇടണം. പറ. ഞാൻ പ്രൊഡിക്ട് ചെയ്തത് 97.5 Okay. ഇനിയിപ്പോ എന്താ വെച്ചാ എല്ലാവരും ചെയ്തിട്ടുള്ള മാർക്ക് ഓരോരുത്തരും 100ലാണ് മാർക്ക് ഇട്ടിരിക്കുന്നത്. ആ. അതിന് ആവറേജ് ഡിവൈഡഡ് ബൈ 11 അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യെസ്. അപ്പൊ എത്രയായിരുന്നു അത്? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് പറയട്ടെ അനുഷ്ക്, കൂടുതലായിരിക്കോ കുറവായിരിക്കോ? അതിനെപ്പറ്റി എനിക്കൊരു ഒരു idea ഇല്ല. എന്നാലും ഒന്ന് ഗസ് ചെയ്യാ. അവരുടെ മുഖമൊക്കെ നോക്ക്. എടാ തോറ്റെന്ന് പറഞ്ഞില്ലേ തോൽപ്പിച്ചു എന്തായാലും? കൂടുതലായിരിക്കും. തോൽപ്പിച്ചു അല്ല, MJ തോൽപ്പിച്ചു എന്ന് അറിഞ്ഞില്ലേ? ആ. അപ്പൊ കൂടുതലായിരിക്കും. അത് പറയാൻ പറ്റില്ലല്ലോ. ഇതിലാണ് ഏറ്റവും ഇഷ്ടം ഇതിൽ ഈ ഇരിക്കുന്നതില്? ഫ്ലൂട്ട് വായിക്കണം. ആ. ആ, ഹരിച്ചേട്ടൻ. ആ, ഹരിച്ചേട്ടൻ. Okay. ഹരിച്ചേട്ടൻ. ഓക്കെ. അപ്പൊ മാർക്ക് പറയട്ടെ. ആ. ഇറ്റ് ഈസ് 98.5 out of 100. വെരി വെൽ ഡൺ മൈ ബോയ്, വെരി വെരി വെൽ ഡൺ. സമതരേ അയ്യോ, അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ടോപ്പ് ബെഞ്ച് കറക്റ്റ് ആണ്. നമ്മള് യെസ്. ആക്ച്വലി അവര് കുറച്ചുകൂടെ ഇടാൻ വേണ്ടി ഞാൻ കുറച്ചിട്ടാ. അയ്യോടാ. നമ്മൾ ചിലപ്പോ തോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷം വരില്ലേ? ആ. അങ്ങനെ എപ്പോഴും ഇല്ല. കരയണ്ട. ഇടയ്ക്ക് വരുന്ന ആ കണ്ണുനീരങ്ങ് തുടച്ചിട്ട് പറ. യെസ്. അപ്പൊ അനുഷ്കിന് 98.5 out of 100 for today's performance. ടോബാൻഡർ താങ്ക്സ് പറഞ്ഞു. എല്ലാരും നല്ല മാർക്കായിട്ട്. താങ്ക് യു. Yes. അപ്പൊ അനുഷ്ക കുട്ട, ഓൾ ദ വെരി ബെസ്റ്റ്. Thank ഓക്കെ, you. ടാറ്റാ. ബൈ. Bye bye.